ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് ആ പരമസത്യത്തെ ബോധിക്കാൻ സാധിക്കുകയുള്ളൂ. അസൂയ, പക, വിദ്വേഷം, ശത്രുത മുതലായവ നമ്മുടെ മനസ്സിൽ മായയ്ക്ക് അധീനമാകുമ്പോൾ തലപൊക്കുക സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യരിലും നിറഞ്ഞിരിക്കുന്നതാണത്. അതിനെ നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് പരമസത്യം ബോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു മഹാത്മാവ് പറയുകയാണ് നമ്മോട്, വ്യക്തിവൈരങ്ങൾ വെടിഞ്ഞാൽ ഹൃത്തിൽ മുറ്റിത്തഴയ്ക്കാതസൂയയും സ്പർദ്ധയും. വ്യക്തിവൈരങ്ങൾ വെടിഞ്ഞാൽ ഹൃത്തിൽ ശുദ്ധചൈതന്യം വിളങ്ങും. വ്യക്തിവൈരങ്ങൾ വെടിഞ്ഞാൽ ഹൃത്തിൽ വ്യക്തികളോടുള്ള ശത്രുത ഉപേക്ഷിച്ചാൽ നമ്മുടെ ഹൃത്തിൽ ശുദ്ധചൈതന്യം തിളങ്ങും. വ്യക്തിവൈരങ്ങൾ വെടിഞ്ഞാൽ ഹൃത്തിൽ ശുദ്ധചൈതന്യം വിളങ്ങും. മുറ്റിത്തഴയ്ക്കാതസൂയയും സ്പർദ്ധയും സച്ചിൽ പ്രകാശം തെളിക്കൂ. നമ്മുടെ മനസ്സിൽ സ്പർദ്ധയും അസൂയയും വിദ്വേഷവും പകയും കാമക്രോധാദികളും ഒന്നും തന്നെ മുറ്റിത്തഴയ്ക്കാൻ അനുവദിക്കരുത്. അത് അനുവദിക്കാതിരുന്നാൽ ശുദ്ധചൈതന്യം നമ്മുടെ ഹൃത്തിൽ നിറയും. അത് നിറഞ്ഞൊഴുകുമ്പോൾ ആ സച്ചിൽ പ്രകാശം, സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരമാത്മാവ് നമ്മുടെ മനസ്സിൽ, ഹൃത്തിൽ എന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ മനസ്സിൽ എന്ന് വ്യക്തമായ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃത്തിൽ ആ പരമാത്മ ചൈതന്യം തെളിഞ്ഞ് വിളങ്ങി അനുഭവവേദ്യമാകും. അപ്പോൾ ഈ കാണുന്ന വ്യക്തിയല്ല, പിന്നെ അമാനുഷികമായ പല കഴിവുകളും ആ വ്യക്തിയിൽ രൂഢമൂലമാകും. മാത്രമല്ല, താൻ ഈ മർത്യദേഹത്തോടു കൂടിയ വ്യക്തിയല്ല എന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അഖണ്ഡമായിരിക്കുന്ന ആനന്ദസ്വരൂപിയായിരിക്കുന്ന ആ പരമാത്മാവാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നമുക്ക് വെളിവായി കിട്ടും. അപ്പോൾ നമുക്കുണ്ടാവുന്ന ആ പരമമായ നിർവൃതി ഒരാൾക്കും ഇന്നേ വരെ വിവരിക്കാൻ സാധിച്ചിട്ടില്ല. ആ അനുഭൂതി തലത്തിലേക്ക് എത്താൻ നാം ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃത്തിൽ വന്നു ചേർന്നിരിക്കുന്ന മാലിന്യങ്ങളെയെല്ലാം നാം നീക്കേണ്ടതാണ്. അത് നീക്കിയവർക്ക് മാത്രമേ ആ ശുദ്ധ ചൈതന്യത്തിൻ്റെ അനുഭൂതി ലഭിക്കുകയുള്ളൂ. അതിനാണ് ജീവിതം നമ്മൾ നിത്യേന സാധന ചെയ്യേണ്ടത്. ശോധന ചെയ്യണം. നമ്മൾ ശോധന എന്നാൽ പരിശോധിക്കുക. നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരുടെ മാലിന്യങ്ങൾ കാണുമ്പോൾ നാം നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുകയും നമ്മളിൽ അവയുണ്ടെങ്കിൽ അവയെ ഉടനെ തുടച്ചു മാറ്റി കളയുകയും അല്ലെങ്കിൽ ആട്ടി ഓടിക്കുകയും നാം ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് പരമപവിത്രമാകൂ. പവിത്രമാകുന്നതോടെ സത്തിൽ പ്രകാശം തെളിഞ്ഞു വരും. സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പ്രഭ നമ്മളിൽ തെളിഞ്ഞു വരും. നിത്യേന നാം അതിനുള്ള സാധനയാണ് ചെയ്യേണ്ടത്. വ്യക്തിവൈരങ്ങൾ വെടിഞ്ഞാൽ ഹൃത്തിൽ ശുദ്ധചൈതന്യം വിളങ്ങും. മുറ്റിത്തഴയ്ക്കാതസൂയയും സ്പർദ്ധയും സച്ചിൽ പ്രകാശം തെളിക്കൂ.